ഞാനുൾപ്പെടെ നമ്മളിൽ പലരും T20 വേൾഡ് കപ്പിലെ സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയെ വളരെ മോശം രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. പല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ കളിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഒരിക്കലും കളിയാക്കലുകൾ മാത്രം ഏറ്റുവാങ്ങേണ്ട ക്യാപ്റ്റനല്ല. 2024 വേൾഡ് കപ്പിന് ശേഷമാണ് അയാൾ ക്യാപ്റ്റനായി വരുന്നത്. അതിനുശേഷം ഇന്ത്യ സീരീസ് പോലും തോറ്റിട്ടില്ല. കളിച്ച ടൂർണമെൻ്റെല്ലാം വിജയിക്കുകയും ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ചിന്ത വരും, ഇത്രയും മികച്ച ടീമിനെ കോഹ്ലി ക്യാപ്റ്റൻ ചെയ്താൽ പോലും ജയിച്ചേനെ എന്നുള്ളത്. എന്നാൽ ഇതെങ്ങനെ മികച്ച ടീമായി? ഗംഭീറിൻ്റെ കൃത്യമായ നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ കഴിവും വളരെ ഉണ്ടെന്നുള്ളത് ശരി തന്നെ. എന്നാലും സൂര്യകുമാർ യാദവ് ഈ ടീമിൽ ഇത്രയും മികച്ച അന്തരീക്ഷം പുലർത്തുന്നതിൻ്റെയും എല്ലാ കളിക്കാരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ടൂർണമെൻറ്റിലെ മികച്ച താരമായ സഞ്ജുവിൻ്റെ പ്രകടനം. 2015 ഡെബ്യൂട്ട് ചെയ്ത സഞ്ജു കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും കീഴിൽ കളിച്ചതാണ്. ക്യാപ്റ്റന്മാർ പലതും വന്നു പോയെങ്കിലും സഞ്ജു എന്നും കളത്തിന് പുറത്തായിരുന്നു. ആ സഞ്ജുവിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകി ഈ നിലയിലെത്തിച്ചതിൽ സൂര്യകുമാർ യാദവ് എന്ന നായകൻ്റെ വ്യക്തമായ സപ്പോർട്ടുണ്ട്. സഞ്ജുവിന് മാത്രമായിരുന്നില്ല, ടീമിലെ മറ്റ് 14 പേർക്കും സൂര്യ ഒരു മികച്ച നായകനായിരുന്നു. കളിയിൽ മിസ്റ്റേക്ക് വരുത്തുന്ന ടീമംഗങ്ങളോട് അയാൾ എപ്പോഴും സൗമ്യമായി പെരുമാറിയിട്ടുള്ളൂ. ഇന്നലത്തെ കളിയിലെ തന്നെ ക്യാച്ച് വിട്ട ശിവൻ ദുബയെ ആശ്വസിപ്പിക്കുന്ന സൂര്യകുമാർ എന്നും മികച്ച ക്യാപ്റ്റന് ഉദാഹരണം തന്നെയാണ്. ഇന്ത്യൻ ഫാൻസിന് ഒരു പ്രശ്നമുണ്ട്, അവരെല്ലാം പെട്ടെന്ന് മറക്കും. സൂര്യകുമാർ യാദവ് ഒരു മോശം ബാറ്റ്സ്മാനാണെന്ന് ഇന്നലെ വരെ ചിലർ പറയും. അദ്ദേഹം T20 ഡെബ്യൂട്ട് ചെയ്തതിനു ശേഷം അയാളെക്കാൾ മികച്ച ബാറ്റ്സ്മാൻ ലോക ക്രിക്കറ്റിൽ തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലാക്കാൻ 2 കൊല്ലം പുറകോട്ടൊന്നും പോകേണ്ടതില്ല. പോയാൽ നല്ലതാണ്, എന്നാലും നിലവിൽ അതിൻ്റെ ആവശ്യമില്ല. ഈ വേൾഡ് കപ്പിലെ തന്നെ ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് നാണം കെട്ട് തോൽക്കേണ്ട ഇന്ത്യയെ അയാൾ ഒറ്റക്കാണ് രക്ഷിച്ചത്. അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സൂര്യയെ എല്ലാവരും വിമർശിക്കുന്ന പ്രധാന കാരണമാണ് ബൗളിംഗ് ചേഞ്ച്. ചക്രവർത്തിക്ക് ഓവറുള്ളപ്പോൾ എന്തിനാണ് ദുബയ്ക്ക് അവസരം കൊടുത്തത്? ബുംറയ്ക്ക് പകരം എന്തിനാണ് അഭിഷേക് ശർമ്മ എറിഞ്ഞത് എന്നൊക്കെ പലരും ചോദിക്കും. എന്നാൽ എല്ലാ താരങ്ങൾക്കും അവസരം കൊടുക്കുകയും അവരുടെ ആത്മവിശ്വാസം ഉയർത്തുകയും ചെയ്യേണ്ടത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിലെ പ്രധാന രഹസ്യവും ഇതുതന്നെയാവാം. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പാകപ്പെടുത്തിയെടുത്തതാണ് നിലവിലെ ഈ T20 ടീം. ആ പരീക്ഷണങ്ങളുടെ എല്ലാ ഫലവുമാണ് ഇന്നലെ അനുഭവിച്ച ആ വിജയം. ഈ വിജയത്തിൽ ഗൗതം ഗംഭീറിനും സൂര്യകുമാർ യാദവും ഒരേപോലെ പ്രശംസ അർഹിക്കുന്നു.